സഹോദരങ്ങൾ, ടോക്സ് ഓഫ് ടുഡേയിലേക്ക് സ്വാഗതം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രസിദ്ധ ചിന്തകനും പണ്ഡിതനുമായ ഇമാം ഗസാലിയുടെ കീമിയ സആദ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിലെ അതിൽ പ്രതിപാദിച്ചിട്ടുള്ള ഒരു കഥയാണ്. ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നതാണ് ആ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. അപ്പോൾ അതിൽ പറയുന്ന ഒരു കഥയാണ്. ഒരു ജൂത സമൂഹത്തിൽ എന്ന് വെച്ചാൽ ഇസ്രായേൽ വംശത്തിൽ വലിയൊരു പണ്ഡിതനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറേ ശിഷ്യന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു പ്രത്യേക ശിഷ്യനോട് അദ്ദേഹത്തെ ആ ഗുരുവിന് വലിയ മതിപ്പും വലിയ സ്നേഹവുമായിരുന്നു. അപ്പോൾ മറ്റുള്ള ശിഷ്യന്മാർക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ശിഷ്യനോട് ഇത്രയധികം മതിപ്പും സ്നേഹവും എന്ന് അറിയാൻ ആകാംക്ഷയുണ്ടായി. ഗുരുവിനോട് അവർ ചോദിച്ചു. ഗുരു അതിന് ഉത്തരം പറയാതെ എല്ലാവർക്കും ഓരോ പക്ഷിയെ നൽകി. എന്നിട്ട് പറഞ്ഞു, ആരും കാണാത്ത ഒരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ ഈ പക്ഷിയെ അറുക്കണം. അങ്ങനെ ഓരോരുത്തരും പോയി അവർക്ക് ലഭിച്ച പക്ഷിയെ വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി അറുത്തു. എന്നാൽ ഈ പ്രിയപ്പെട്ട ശിഷ്യൻ മാത്രം ആ പക്ഷിയെ അറുക്കാതെ തിരിച്ച് ഗുരുവിൻ്റെ സന്നിധിയിൽ വന്നു. അപ്പോൾ എല്ലാവരോടും ചോദിച്ചു, ഞങ്ങളെല്ലാം വിജനമായ സ്ഥലത്ത് വെച്ച് ആ പക്ഷിയെ അറുത്തു, ആരും കണ്ടിട്ടില്ല. പക്ഷേ ഈ ശിഷ്യൻ മാത്രം പക്ഷിയെ അറുക്കാതെ വന്നപ്പോൾ ഗുരു ആ ശിഷ്യനോട് ചോദിച്ചു, എന്തുകൊണ്ട് നീ ഈ പക്ഷിയെ അറുത്തില്ല എന്ന് ചോദിച്ചു. അപ്പോൾ ആ ശിഷ്യൻ പറഞ്ഞു, ആരും കാണാത്ത സ്ഥലത്ത് വെച്ചല്ലേ ഗുരു താങ്കൾ ഇതിനെ അറുക്കാൻ പറഞ്ഞത്. പക്ഷേ ദൈവം കാണാത്ത ഒരു സ്ഥലവും ഈ ലോകത്തില്ലല്ലോ, അതെനിക്കറിയില്ല, അങ്ങനെ ഒരു സ്ഥലമില്ല എന്നാണ് എൻ്റെ ബോധ്യം. അതുകൊണ്ട് ഏത് സ്ഥലത്തും എന്നെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അറുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിഷ്യൻ ഗുരുവിനെ ബോധ്യപ്പെടുത്തി. മറ്റുള്ള ശിഷ്യന്മാർക്ക് കാര്യം ബോധ്യപ്പെട്ടു. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്ത് പറയുമ്പോഴും എന്ത് കാര്യം ആരോട് ദുഷിച്ചതാണോ നല്ലതാണോ എന്ത് പറയുമ്പോഴും അവിടെ ഒരു ദൈവിക സാന്നിധ്യമുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടായാൽ തെറ്റായ വർത്തമാനങ്ങളും തെറ്റായ കാര്യങ്ങളും ചെയ്തുകൊണ്ട് പിന്നീട് വിഷമിക്കേണ്ട, പിന്നീട് ഖേദിക്കേണ്ട ഒരവസ്ഥ നമുക്കുണ്ടാകില്ല എന്നാണ് ഈ കഥയിലൂടെ ഇമാം ഗസാലി നമ്മെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എത്തിക്കുക. കൂടുതൽ ആളുകൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുൻകൈ എടുക്കുക. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.